അപ്പോൾ അടുത്തൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ കണ്ടത് ലെഡ്ജർ അക്കൗണ്ട് ചെയ്യാനും പിന്നീട് ലെഡ്ജർ വെച്ച് ട്രയൽ ബാലൻസ് എഴുതാനും. അത് വളരെ സിമ്പിളാണ്. കാരണം എന്ന് വെച്ചാൽ ലെഡ്ജർ എഴുതുക എന്ന് പറഞ്ഞാൽ നമ്മുടെ ജേണൽ എൻട്രിക്കകത്ത് ബൈ ഉള്ളിടത്ത് പെടുത്തിടുക, ടു ഉള്ളിടത്ത് പെടുത്തിടുക. ആ ഒരു കാര്യം മാത്രമേ ഉള്ളൂ ലെഡ്ജറിനകത്ത് എഴുതാൻ. പിന്നീടുള്ളത് ട്രയൽ ബാലൻസ്. ട്രയൽ ബാലൻസ് ഒരു അക്കൗണ്ടൊന്നുമല്ല, ജസ്റ്റ് നമ്മൾ എഴുതി വെക്കുന്നു. ആ ട്രേഡിങ് അക്കൗണ്ടിൻ്റെ നമ്മൾ ട്രേഡിങ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ബാലൻസ് ഷീറ്റ് എഴുതുന്നതിന് മുമ്പ് നമ്മൾ ജസ്റ്റ് ഒന്ന് എഴുതി വെക്കുന്നു. നമ്മൾ എളുപ്പത്തിന് വേണ്ടി എഴുതി വെക്കുന്ന ഒരു സാധനമാണ് ട്രയൽ ബാലൻസ്. ട്രയൽ ബാലൻസ് എഴുതിയില്ലെങ്കിലും ഒരു കുഴപ്പവുമില്ല. അത് പരീക്ഷയ്ക്ക് ചോദിക്കുന്ന കാര്യമൊന്നുമല്ല ട്രയൽ ബാലൻസ് എഴുതുക എന്നുള്ളത്. ട്രയൽ ബാലൻസ് നമ്മുടെ എളുപ്പത്തിന് വേണ്ടി നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്ന ഒരു സാധനമാണ് ട്രയൽ ബാലൻസ്. സാധാരണയായിട്ട് പരീക്ഷയ്ക്ക് ചോദിക്കുന്നതായിട്ട് കണ്ടിട്ടൊന്നുമില്ല. പിന്നീട് അടുത്തത് സാധാരണയായിട്ടുള്ള അക്കൗണ്ടുകൾ ചെയ്യാനുള്ളത്, അക്കൗണ്ടിങ്ങിനകത്ത് ചെയ്യാനുള്ളത് ജേണലൈസിങ്, ജേണൽ എഴുതുക, പോസ്റ്റിംഗ്, ലെഡ്ജർ എഴുതുക, പിന്നീട് ട്രേഡിംഗ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്, പിന്നീട് ബാലൻസ് ഷീറ്റ്. ഇങ്ങനെ 5 കാര്യങ്ങളാണ് എഴുതാനുള്ളത്. അപ്പോൾ നമ്മൾ ജേണൽ കംപ്ലീറ്റ് ചെയ്തു, ലെഡ്ജർ കണ്ടിരുന്നു. ലെഡ്ജർ പോസ്റ്റ് ചെയ്യാൻ ജസ്റ്റ് സിമ്പിളായിട്ടുള്ള കാര്യമാണ് ലെഡ്ജർ എഴുതാനും. പിന്നീട് അത് വെച്ച് ട്രയൽ ബാലൻസ് എഴുതാനും കാണിച്ചിരുന്നു. ട്രയൽ ബാലൻസ് എഴുതാനായിട്ട് ഡെബിറ്റുള്ളത് ഡെബിറ്റിൽ എഴുതുക, ക്രെഡിറ്റ് ഉള്ളത് ക്രെഡിറ്റിൽ എഴുതുക. അപ്പോൾ മാത്രമേ ഉള്ളൂ. അക്കൗണ്ട് നമ്മൾ ജസ്റ്റ് ഇത് വരച്ച് കാണിച്ചായിരുന്നു. വലിയ ഇമ്പോർട്ടൻസ് ഇല്ലാത്തതുകൊണ്ടാണ് വലിയ ടോപ്പിക്കായിട്ട് പോകാത്തത്. പിന്നീടുള്ളത് ട്രേഡിംഗ് അക്കൗണ്ട്. അതിൻ്റെ അടുത്ത അക്കൗണ്ടാണ് ട്രേഡിംഗ് അക്കൗണ്ട്. ട്രേഡിംഗ് അക്കൗണ്ട് ട്രേഡിംഗ് അക്കൗണ്ട് ഫോർമാറ്റ് സാധാരണ മോണൊക്കെ സിമ്പിളായിട്ടുള്ള ഫോർമാറ്റാണ്. ഒരു ടി വരയ്ക്കുക, ഒരു ടി, പുറത്തൊരു എമൗണ്ട് വേണം, പുറത്തൊരു എമൗണ്ട് വേണം. ഇത്രേ ഉള്ളൂ ട്രേഡിംഗ് അക്കൗണ്ട് എഴുതാൻ. അതിനകത്തിപ്പം പർട്ടിക്കുലേഴ്സ്, എമൗണ്ട്, പർട്ടിക്കുലേഴ്സ്, എമൗണ്ട്. അങ്ങനെ ഇതിനകത്ത് നടുക്കത്ത് വരച്ചിട്ട് ഘടിപ്പിച്ച് വരയ്ക്കുന്നത് നല്ലതായിരിക്കും. കാരണം വെച്ചാൽ 2 സൈഡ്, ഡെബിറ്റ് സൈഡും ക്രെഡിറ്റ് സൈഡും അറിയാൻ വേണ്ടി മാത്രം. ഇത് ഡെബിറ്റ്, ക്രെഡിറ്റ്. സാധാരണയായിട്ട് നമുക്ക് സിമ്പിളായിട്ടുള്ളൊരു കാര്യമാണ് ട്രേഡിംഗ് അക്കൗണ്ട് എഴുതുക. ട്രേഡിംഗ് അക്കൗണ്ട് എഴുതാൻ സിമ്പിളായിട്ടുള്ള ഒറ്റ ഒരു കോഡ് പഠിക്കുക, അത് മാത്രമേ ഉള്ളൂ. ജസ്റ്റ് ഒരു കോഡ് ഞാൻ കാണിച്ചു തരാം. OPDSC. ഇതാണ് കോഡ്. ഞങ്ങളെ പഠിപ്പിച്ച സമയത്ത് മിസ് പഠിപ്പിച്ചൊരു കാര്യമാണ് OPDSC. ഇവിടെ ഓപ്പണിംഗ് സ്റ്റോക്ക്, ഓയ്ക്കകത്ത് ഓപ്പണിംഗ് സ്റ്റോക്ക്, ഓപ്പണിംഗ് സ്റ്റോക്കാണ്. പിന്നീട് P, പർച്ചേസ് ലെസ് റിട്ടേൺ ആണ് P. പിന്നീടുള്ള സാധനമാണ് D, ഡയറക്റ്റ് എക്സ്പെൻസസിൻ്റെ ഹെഡിനകത്ത് കുറച്ച് കാര്യങ്ങളുണ്ട്. കാരണം എന്ന് വെച്ചാൽ നമ്മുടെ ഈ പർച്ചേസ് ചെയ്യുമ്പോൾ ഉള്ള കുറേ ചിലവുകളുണ്ട്. അത് സെയിൽ ചെയ്യുമ്പോൾ അല്ല, പർച്ചേസ് ചെയ്യുമ്പോൾ മാത്രം. പർച്ചേസ് ചെയ്യും ആ സാധനങ്ങൾ കമ്പനിയിലേക്ക് എത്തിക്കുകയും ചെയ്യുമ്പോൾ കുറച്ച് ചിലവുകൾ. ആ ചിലവുകളാണ് ഡയറക്റ്റ് എക്സ്പെൻസ് ആയിട്ട് വരുന്നത്. ഒരു പ്രൊഡക്ഷനിൽ നേരിട്ട് എഫക്റ്റ് ചെയ്യുന്ന ചിലവുകളാണ് ഡയറക്റ്റ് എക്സ്പെൻസ്. അതിന് കുറച്ച് എക്സാമ്പിൾ എന്ന് പറഞ്ഞാൽ വേജസ്, ക്യാരേജ് ഇൻവേർഡ്, പിന്നീട് ചിലപ്പം കസ്റ്റംസ് ഡ്യൂട്ടി ഒക്കെ ഉണ്ട്, അതിൻ്റെ കാര്യങ്ങളൊക്കെ. പിന്നീട് അങ്ങനെയുള്ള ചെറിയ ചെറിയ ചിലവുകളൊക്കെയാണ് അതിനകത്ത് വരുന്നത്, ഡയറക്റ്റ് എക്സ്പെൻസ് ആയിട്ട് വരുന്നത്. പിന്നീട് ഉള്ളത് നമ്മുടെ ഈ ക്രെഡിറ്റ് സൈഡിൽ, ഇവിടെ നമ്മുടെ എക്സ്പെൻസ് ആണ്, ഡെബിറ്റ് സൈഡിൽ നമ്മുടെ എക്സ്പെൻസ് ആണ് എഴുതിയതെങ്കിൽ ക്രെഡിറ്റ് സൈഡിൽ നമുക്ക് ബാക്കിയുള്ള ഇൻകമോ അല്ലെങ്കിൽ ബാക്കിയുള്ള സാധനങ്ങൾ, ബാക്കിയുള്ള കാര്യങ്ങളാണ് എഴുതുന്നത്. നമുക്ക് ഒരു പ്രൊഡക്ഷനിൽ മെയിനായിട്ട് ഇൻകം കിട്ടാനുള്ള പ്രധാന മാർഗം മാത്രം ഈ ട്രേഡിംഗ് അക്കൗണ്ടിനകത്ത് പ്രധാന കാര്യം മാത്രമേ ഉള്ളൂ. ചെറിയ ചെറിയ കാര്യങ്ങളൊന്നും ഇതിനകത്ത് എഴുതുന്നില്ല. ഒരു ട്രേഡിനകത്ത് ഒരു വിപണനം, ഒരു സാധനത്തിൻ്റെ ഉൽപ്പാദനവും അതിൻ്റെ വിപണനവും നടക്കുമ്പോൾ പ്രധാന ചിലവ്, അത് വാങ്ങുമ്പോൾ കുറേ ചിലവ്, പിന്നെ അത് വിൽക്കുമ്പം കിട്ടുന്ന പൈസ, അത് മാത്രമാണ് അവിടെ വരുന്ന ക്യാഷുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ. ചെറിയ ചെറിയ ചിലവുകൾ കാര്യങ്ങളൊന്നും, അല്ലെങ്കിൽ ഇതുമായിട്ട് നേരിട്ട് അഫക്റ്റ് ചെയ്യാത്ത കാര്യങ്ങളൊന്നും പറയുന്നില്ല. നേരിട്ട് അഫക്റ്റ് ചെയ്യാത്തതെന്ന് വെച്ചാൽ ഒരു
പർച്ചേസും സെയിൽസും നടക്കുന്നതിനിടയ്ക്ക് ചെറിയ ചെറിയ പല കാര്യങ്ങളുണ്ട്. അതൊക്കെ നമ്മൾ ട്രേഡിംഗ് അക്കൗണ്ട് എഴുതത്തില്ല, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലാണ് എഴുതുന്നത്. ഇതിനകത്ത് പ്രധാന കാര്യങ്ങൾ മാത്രമാണ് ട്രേഡിംഗ് അക്കൗണ്ടിൽ എഴുതുന്നത്. ഇത് സെയിൽസ്, എസ് എന്ന് വെച്ചാൽ സെയിൽസ് ലെസ് റിട്ടേൺ. നമ്മൾ കൊടുത്ത സെയിൽസ് തിരിച്ച് വന്ന സാധനം കുറച്ചിട്ട് ബാക്കിയുള്ള ഇതിൻ്റെ എമൗണ്ട്. ഇതെല്ലാം എമൗണ്ട് കാര്യങ്ങൾ നമ്മളിപ്പം നമ്പേഴ്സിലല്ല പറയുന്നത്, അതിൻ്റെ മെഷർമെൻറ്റ്, മണി മെഷർമെൻറ്റ് വെച്ചാണ്. നമ്മൾ ആദ്യത്തെ അക്കൗണ്ടിങ്ങിൻ്റെ ആദ്യം തന്നെ പഠിക്കുന്നുണ്ട്. അക്കൗണ്ടിങ് ഒരു മണി മെഷറിംഗ് ആണ്. മണി മെഷറിംഗ് വെച്ചാണ് അത് ചെയ്യുന്നത്. നമ്മുടെ ഡെഫിനിഷനകത്തും നമ്മളത് പറഞ്ഞിട്ടുണ്ട്. ഇൻ ടേംസ് ഓഫ് മണി, ട്രാൻസാക്ഷൻ ആൻഡ് ഇവൻറ്റ്സ് അറ്റ്ലീസ്റ്റ് ഓഫ് എ ഫിനാൻഷ്യൽ ക്യാരക്ടർ എന്ന് വ്യക്തമായിട്ട് പറയുന്നത്. ഫിനാൻഷ്യൽ ക്യാരക്ടർ ഉള്ളതാണ്. അപ്പോൾ അത് ഫിനാൻഷ്യൽ ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമാണ് ഇതിനകത്ത് എൻ്റർ ചെയ്യുന്നത്. എത്ര രൂപയുടെ സാധനം വിറ്റു, എത്ര രൂപയുടെ, പിന്നീട് എത്ര രൂപയുടെ സാധനം ബാക്കിയുണ്ട്. ഇപ്പോൾ പ്രൊഡക്ഷൻ നടന്ന് മൊത്തം സാധനം നമ്മൾ വിൽക്കത്തില്ലല്ലോ. പ്രൊഡക്ഷൻ നടന്ന് മൊത്തം നമ്മൾ വിൽക്കുന്നില്ല, മൊത്തം വിറ്റ് പോകാൻ പറ്റത്തുമില്ല. ചിലപ്പം കുറച്ച് സാധനങ്ങൾക്ക് ബാക്കി വരും. ആ ബാക്കി വരുന്ന സാധനമാണ് ക്ലോസിംഗ് സ്റ്റോക്ക്. അതിനാണ് ക്ലോസിംഗ് സ്റ്റോക്ക് എന്ന് പറയുന്നത്. ഇപ്പോൾ ട്രേഡിംഗ് അക്കൗണ്ടിൽ വരുന്ന 5 ഐറ്റംസ്, ട്രേഡിംഗ് അക്കൗണ്ടിൽ 5 ഐറ്റംസ് ആണ് വരുന്നത്. 5 ഐറ്റംസ് ആണ്: ഓപ്പണിംഗ് സ്റ്റോക്ക്, പർച്ചേസ്, ഡയറക്റ്റ് എക്സ്പെൻസ് ഡെബിറ്റ് സൈഡിൽ, ക്രെഡിറ്റ് സൈഡിൽ സെയിൽസ്, ക്ലോസിംഗ് സ്റ്റോക്ക്. ഇത്രയാണ് ഐറ്റംസ് വരുന്നത്. പിന്നീട് ഇത്ര ഐറ്റംസ് മാത്രമാണ് വരുന്നത്. ഡയറക്റ്റ് എക്സ്പെൻസിനകത്ത് കുറച്ച് ഐറ്റംസ് ഉണ്ട്. കാരണം എന്ന് വെച്ചാൽ ഡയറക്റ്റ് ആയിട്ട് വരുന്ന എക്സ്പെൻസ് ഏതിനെയൊക്കെ ബന്ധപ്പെട്ട് വരാം? ഒരു പ്രൊഡക്ഷൻ നടക്കുമ്പോൾ, ജസ്റ്റ് ഇത് വായിക്കുകയാണ്. ഒരു പ്രൊഡക്ഷനകത്ത് എന്തൊക്കെയാണ് ഡയറക്റ്റ് എക്സ്പെൻസ് ആയിട്ട് വരുന്നത്? ഡയറക്റ്റ് എക്സ്പെൻസ് ആയിട്ട് വരുന്നത് ഫാക്ടറിയുമായിട്ട് ബന്ധപ്പെട്ട, ഫാക്ടറിയിൽ നിന്ന് എവിടെ കിടക്കുന്നു? ഫാക്ടറിയിലാണ് പ്രൊഡക്ഷൻ നടക്കുന്നത്. ഈ ഫാക്ടറിയുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ ചിലവുകളും ഡയറക്റ്റ് എക്സ്പെൻസ് ആണ്. ഫാക്ടറി റെൻറ്റ്, ഫാക്ടറിയിലെ ഇലക്ട്രിസിറ്റി, വാട്ടർ സപ്ലൈ, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം. പിന്നീട് അവിടുത്തെ എന്തെങ്കിലും എക്സ്ട്രാ കാര്യങ്ങൾ ചെയ്യുന്നു, അതെല്ലാം ഫാക്ടറിയുമായിട്ട് ബന്ധപ്പെടുന്നില്ല, ഡയറക്റ്റ് എക്സ്പെൻസ് ആണ്. പിന്നീട് ഡയറക്റ്റ് എക്സ്പെൻസ് ആയിട്ട് വരുന്നത് പ്രൊഡക്ഷന് വേണ്ടി കൊണ്ടുവരുന്നു, എന്നുവെച്ചാൽ റോ മെറ്റീരിയൽ കൊണ്ടുവരുമ്പോൾ കൊടുക്കുന്ന ചിലവ്. റോ മെറ്റീരിയൽ പർച്ചേസ് ചെയ്യുമ്പോഴും അവിടം വരെ ഫാക്ടറി വരെ കൊണ്ടുവരുന്നുള്ള ചിലവ്. അതിനുള്ള ക്യാരിയേജ് ആയിരിക്കാം, അല്ലെങ്കിൽ കാർട്ടേജ് ആയിരിക്കാം, അങ്ങനെയുള്ള ചിലവുകളൊക്കെ. പിന്നീട് ഇവിടെ പ്രൊഡക്ഷൻ നടക്കുമ്പോൾ ചിലവ്, ഫാക്ടറിയുമായിട്ട് ബന്ധപ്പെട്ട് ഇലക്ട്രിസിറ്റി, പ്രൊഡക്ഷന്, വാട്ടർ, പവർ, അങ്ങനെയുള്ള ചിലവുകളും. പിന്നീട് റോ മെറ്റീരിയൽ പർച്ചേസ് ചെയ്യുമ്പോഴുള്ള ചിലവുകളും. ഇത്രയും അല്ലാതെ ഒരു കാര്യം കൂടിയുണ്ട് ഡയറക്റ്റ് എക്സ്പെൻസ് ആയിട്ട് വരുന്നത്. ഡയറക്റ്റ് എക്സ്പെൻസ് നമ്മൾ ഇത്രയും ചുരുക്കി പറയുന്നെങ്കിലും ഇതിൻ്റെ ഐറ്റംസ് കുറേ കാണിച്ചേക്കും. ഒരു 10 ഐറ്റം കാണിക്കും. ആ 10 ഐറ്റം ഒക്കെ ഇതിനകത്ത് വരുന്നതാണ്. ഫ്ലൈറ്റ് കാര്യങ്ങളൊക്കെ, കടത്തുകൂലിയൊക്കെ ഇതിനകത്ത് വരുന്ന കാര്യമാണ്. ഫ്ലൈറ്റ്, റോ മെറ്റീരിയൽ പർച്ചേസ് ചെയ്യുമ്പം വരുന്ന സാധനമാണ് ഫ്ലൈറ്റ്. പിന്നീട് ഒരു സാധനം വരുന്നത് വേജസ്. ഒരു പ്രൊഡക്ഷനിൽ ഡയറക്റ്റായിട്ട് നമുക്ക് എഫക്റ്റ് ചെയ്യുന്നൊരു സാധനമാണ് വേജസ്. ഒരു പ്രൊഡക്ഷൻ നടക്കുമ്പോൾ ആ പ്രൊഡക്ഷന് വേണ്ടി ആൾക്കാർക്ക് ദിവസക്കൂലി കൊടുക്കുന്നതാണ് വേജസ് ആയിട്ട് വരുന്നത്. ദിവസക്കൂലി കൊടുക്കുന്നത് വേജസ് എന്ന് പറഞ്ഞു വരുന്നത്. ആ വേജസ് ആണ് നമ്മളിവിടെ ഇൻക്ലൂഡ് ചെയ്യുന്നത്. ആ പ്രൊഡക്ഷൻ ഡയറക്റ്റ്ലി എഫക്റ്റഡ് ആണ്. ആ കമ്പനിയിലെ ആ എംപ്ലോയീസ്, കമ്പനിയിലെ പല എംപ്ലോയീസ് ഉണ്ട് എങ്കിലും നമ്മുടെ പ്രൊഡക്ഷനിൽ വേണ്ടി വരുന്ന ആൾക്കാർക്ക് കൊടുക്കുന്ന വേജസ് ആണ്. ഓഫീസിലുള്ളവർക്ക് കൊടുക്കുന്നത് സാലറിയാണ്. അത് ജസ്റ്റ് ഒന്ന് ഓർത്ത് വയ്ക്കുക. സാലറി എന്നുള്ളത് ഓഫീസിലുള്ളവർക്ക് കൊടുക്കുന്നതാണ്. വേജസ് എന്നുള്ളത് ഫാക്ടറിയിലെ പ്രൊഡക്ഷൻ കാര്യങ്ങൾക്ക് വേണ്ടി വരുന്നവർക്ക് കൊടുക്കുന്നതാണ്. ഇപ്പോൾ വേജസ് ആൻഡ് സാലറി എന്ന് പറയുകയാണെങ്കിലും നമ്മൾ ഡയറക്റ്റ് എക്സ്പെൻസിനകത്ത് വരും. പക്ഷേ സാലറി ആൻഡ് വേജസ് എന്ന് പറയുകയാണെങ്കിൽ അത് ഇൻഡയറക്റ്റ് എക്സ്പെൻസ് ആണ്. അത് നമുക്ക് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലാണ് എടുക്കത്തുള്ളൂ. ഓഫീസിലേക്കുള്ള സാലറി, ഓഫീസിലുള്ള കാര്യങ്ങളെല്ലാം ഇൻഡയറക്റ്റ് എക്സ്പെൻസ് ആണ്. അതെല്ലാം പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ പോകുന്നതാണ്. അപ്പോൾ വേജസ് ഒരു ഡയറക്റ്റ് എക്സ്പെൻസ് ആണ്. വേജസ് ഒരു ഡയറക്റ്റ് എക്സ്പെൻസ് ആയതുകൊണ്ട് തന്നെ അത് നമുക്ക് ട്രേഡിംഗ് അക്കൗണ്ടിൽ വരും. പ്രൊഡക്ഷനുമായിട്ട് ബന്ധപ്പെട്ടതാണ്. പിന്നീട് പറയാനൊന്നുമില്ല, ഇത്രയൊക്കെയാണ് ഒരു ട്രേഡിംഗ് അക്കൗണ്ടിൽ ഡയറക്റ്റ് എക്സ്പെൻസ് ആയിട്ട് വരുന്നത്. ട്രേഡിംഗ് അക്കൗണ്ടിൽ ഡയറക്റ്റ് ഇൻകം ഒന്നും വരുന്നില്ല. ഡയറക്റ്റ് ഇൻകം വരുന്നത്
സെയിൽസിന് മാത്രമേ ഉള്ളൂ ഡയറക്റ്റ് ഇൻകം വരുന്നത്. ബാക്കി ഒരു സാധനവും ഡയറക്റ്റ് ഇൻകം ആയിട്ട് നമ്മുടെ ട്രേഡിംഗ് അക്കൗണ്ടിൽ വരത്തില്ല. ട്രേഡിംഗ് അക്കൗണ്ടിൽ അപ്പോൾ ആകെ വരുന്ന സാധനം സെയിൽസിൽ നിന്ന് റിട്ടേൺ കുറയ്ക്കുന്നു, പിന്നീട് ക്ലോസിംഗ് സ്റ്റോക്ക്. ഇത്രയും സാധനമാണ് ട്രേഡിംഗ് അക്കൗണ്ടിൻ്റെ ക്രെഡിറ്റ് സൈഡിൽ വരുന്നത്. ഡെബിറ്റ് സൈഡിൽ വരുന്ന സാധനങ്ങളാണ് ഇതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളും, പിന്നീട് ഓപ്പണിംഗ് സ്റ്റോക്ക്, പർച്ചേസ് മൈനസ് പർച്ചേസ് റിട്ടേൺ. ഈ റിട്ടേണിന് ചെറിയൊരു കാര്യം നമ്മൾ പറയും. റിട്ടേണിൻ്റെ ചെറുതായിട്ട് കാര്യം പറയുന്നത് റിട്ടേൺ ക്വസ്റ്റ്യനകത്ത് വരും, ചെറിയൊരു ഒരു കുരുക്ക് വരും. ആ ഒരു കാര്യം കൂടി ജസ്റ്റ് പറയുകയാണ്. കാരണം എന്ന് വെച്ചാൽ റിട്ടേൺ ഇൻവേർഡും റിട്ടേൺ ഔട്ട്വേർഡും വരും, അല്ലെങ്കിൽ റിട്ടേൺസ് എന്ന് പറഞ്ഞു വരും. ഇങ്ങനെയുള്ള കാര്യങ്ങൾ വരികയാണ്. അപ്പോൾ നമ്മൾ ആലോചിക്കേണ്ട കാര്യം, പർച്ചേസിനുള്ള ബാലൻസ് ഡെബിറ്റ് ബാലൻസ് ആണ്. പർച്ചേസിന് ഡെബിറ്റ് ബാലൻസ് ആയതുകൊണ്ട് തന്നെ പർച്ചേസ് റിട്ടേൺ വരുമ്പോൾ അതിന് ക്രെഡിറ്റ് ബാലൻസ് ആണുള്ളത്. പർച്ചേസ് റിട്ടേൺ ക്രെഡിറ്റ് ബാലൻസ് ആണുള്ളത്. ഇതിനെന്താ ഡെബിറ്റ് ബാലൻസ് ആണ്? റിയൽ അക്കൗണ്ടാണ്, നമ്മൾ ഡെബിറ്റാണ് ചെയ്യുന്നത്, അതുകൊണ്ടാണ് ഡെബിറ്റ് ബാലൻസ് വരുന്നത്. നമ്മുടെ അക്കൗണ്ടിങ് റൂൾസ് നമ്മുടെ നേരത്തെ വീഡിയോയ്ക്കകത്തുണ്ട്, അതിനകത്ത് നമ്മൾ പറയുന്നുണ്ട് കാര്യം. പർച്ചേസ് റിട്ടേൺ നമ്മളെ തിരിച്ചു പോയതാണ്. ക്രെഡിറ്റ് വാർഡ് ഗോസ് ഔട്ട്, തിരിച്ചു പോയ സാധനമാണ്. അതിനെ ക്രെഡിറ്റ് ചെയ്യുന്നത് ക്രെഡിറ്റ് ബാലൻസ് ആണ്. അപ്പോൾ നമ്മൾ അതിനെ ഒരുമിച്ച് പർച്ചേസുമായിട്ട് ബന്ധപ്പെട്ട് പർച്ചേസിനകത്ത് പർച്ചേസ് റിട്ടേൺ കുറയ്ക്കുന്നു. നമ്മൾ മേടിച്ച സാധനത്തിന് നമ്മൾ തിരിച്ചു കൊടുത്ത സാധനം കുറയ്ക്കുന്നു. അതാണ് നമ്മുടെ പർച്ചേസ്. നമ്മൾ എന്ത് വാങ്ങിയോ അതാണ് നമ്മുടെ പർച്ചേസ്. നമ്മൾ തിരിച്ചു കൊടുത്ത് നമ്മൾ കുറയ്ക്കുന്നു, അത്രയേ ഉള്ളൂ അതിനകത്ത് ചെയ്യുന്നത്. അതുപോലെ പർച്ചേസിന് ഡെബിറ്റ് ബാലൻസ് ആണ്, പർച്ചേസ് റിട്ടേൺ ക്രെഡിറ്റ് ബാലൻസ് ആണ്. അതുപോലെ സെയിൽസിന് ക്രെഡിറ്റ് ബാലൻസ് ആണ്, സെയിൽസ് റിട്ടേൺ ഡെബിറ്റ് ബാലൻസ് ആണ്. അപ്പോൾ ഇങ്ങനെയാണ് ചെയ്യുന്നത്. അത് കുറയ്ക്കുന്നു, കുറച്ച് ബാക്കിയുള്ളത് എഴുതുന്നു. പരീക്ഷയ്ക്ക് ചുറ്റിക്കാൻ വേണ്ടി തരുന്ന കുറച്ച് കാര്യങ്ങൾ എന്ന് വെച്ചാൽ നമ്മുടെ ജസ്റ്റിനകത്തുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ തന്നെയാണ് അതിനകത്ത് പറയുന്നുണ്ട്, എങ്കിലും പറയുകയാണ്. റിട്ടേൺ ഇൻവാർഡ് എന്ന് പറയുമ്പോൾ എന്ത് വരുന്നത്? റിട്ടേൺ ഇൻവാർഡ് തിരിച്ചു കൊടുത്തു. ആർക്ക് തിരിച്ചു കൊടുത്തു? ഇൻവേർഡ്. നമ്മളൊരു ബിസിനസ് ആണെങ്കിൽ ഇൻവേർഡ് നമുക്ക് ഇങ്ങോട്ട് വന്നു. നമ്മൾ ഇങ്ങോട്ട് വരണമെങ്കിൽ എന്ത് ചെയ്യേണ്ടത്? സെയിൽ ചെയ്ത സാധനം തിരിച്ചു വിടുക. അപ്പോൾ റിട്ടേൺ ഇൻവേർഡ് എന്ന് വെച്ചാൽ സെയിൽസ് റിട്ടേൺ ആണ്. അതുപോലെ തന്നെ റിട്ടേൺ ഔട്ട്വേർഡ് എന്ന് പറയുക. റിട്ടേൺ ഔട്ട്വേർഡ് നമ്മൾ ബിസിനസ് ആണ്, നമ്മുടെ കയ്യിൽ നിന്ന് തിരിച്ചങ്ങോട്ട് പോകുന്നു. അപ്പോൾ പർച്ചേസ് ചെയ്ത സാധനമാണ് തിരിച്ചു കൊടുക്കും. നമ്മൾ പർച്ചേസ് ചെയ്ത സാധനം തിരിച്ചു കൊടുക്കും. അപ്പോൾ ഇത് തന്നെയാണ് പർച്ചേസ് റിട്ടേൺ. ഓക്കെ, ഇങ്ങനെ ഒരു സാധനം വരും. റിട്ടേൺ ഇൻവേർഡ്, റിട്ടേൺ ഔട്ട്വേർഡ്, എമൗണ്ട് എന്നൊക്കെ തരും. ജസ്റ്റ് ഒന്ന് ചുറ്റിക്കാൻ വേണ്ടിയിട്ടാണ്. ഇതല്ല വേറൊരു സാധനം തരും. വേറൊരു സാധനം എന്ന് വെച്ചാൽ റിട്ടേൺസ് മാത്രം തരും. റിട്ടേൺസ് മാത്രം തരുവാണ് നമ്മളിപ്പോൾ എവിടെ എഴുതും? സിമ്പിളായിട്ട് നോക്കിയാൽ മതി. ഇപ്പോൾ അതവിടെ രണ്ട് കോളംസിനകത്ത് റിട്ടേൺസ് കൊടുത്തേക്കോ. ഇവിടെ 5000, ഇവിടെ 2000. ഡെബിറ്റും ക്രെഡിറ്റും അത് നമുക്കറിയാമല്ലോ. ഫസ്റ്റ് കോളം ഡെബിറ്റും സെക്കൻഡ് കോളം ക്രെഡിറ്റുമാണ്. ഡെബിറ്റ് ചെയ്തേക്കുന്നത് എന്തുവാണ്? ഡെബിറ്റ് ചെയ്യേണ്ടത് സെയിൽസിന് ക്രെഡിറ്റ് ബാലൻസ് ആണ്, സെയിൽസ് റിട്ടേണിന് ഡെബിറ്റ് ബാലൻസ് ആണ്. അപ്പോൾ ഈ ഡെബിറ്റ് ചെയ്തേക്കുന്ന സാധനം ഇത് സെയിൽസ് റിട്ടേൺ. ഓക്കെ, പിന്നീട് ക്രെഡിറ്റ് ചെയ്തേക്കുന്ന സാധനം പർച്ചേസിന് ഡെബിറ്റ് ബാലൻസ് ആണ്, അതുകൊണ്ട് തന്നെ പർച്ചേസ് റിട്ടേൺ ക്രെഡിറ്റ് ബാലൻസ് ആണ്. ക്രെഡിറ്റ് ചെയ്തേക്കുന്നത് പർച്ചേസ് റിട്ടേൺ. ഇതാണ് അതിനകത്ത് ചുറ്റിക്കാൻ വേണ്ടി വരുന്ന കാര്യം. ഇത് മാത്രമേ പരീക്ഷയ്ക്ക് ചുറ്റിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഇതുമായിട്ട് ബന്ധപ്പെട്ട് കാണത്തുള്ളൂ. റിട്ടേൺസ് നമ്മൾ നോക്കിയപ്പോൾ എഴുതുക. ഡെബിറ്റ് സൈഡിലാണെങ്കിൽ അത് സെയിൽസ് റിട്ടേൺ ആണ്, ക്രെഡിറ്റ് സൈഡിലാണെങ്കിൽ അത് പർച്ചേസ് റിട്ടേൺ ആണ്. ഓക്കെ, അത്രയാണ് അതിനകത്തുള്ള കാര്യങ്ങൾ. ട്രേഡിംഗ് അക്കൗണ്ട് പിന്നെ ചെയ്യുന്നത് ബാലൻസ് ചെയ്യും. പർട്ടിക്കുലേഴ്സ് എമൗണ്ട്
ഓപ്പണിംഗ് സ്റ്റോക്ക്, പർച്ചേസ്, ഡയറക്റ്റ് എക്സ്പെൻസ്, സെയിൽസ്, ക്ലോസിംഗ് സ്റ്റോക്ക്. ഇത് നമ്മൾ ടോട്ടൽ ചെയ്യും. ഇത് ടോട്ടൽ ചെയ്ത് നമ്മൾ ഇവിടെ ടോട്ടൽ ചെയ്തിരുന്നു. ഇവിടെ ഇല്ല കേട്ടോ, ഇവിടെ എമൗണ്ട് കൊടുത്ത് മാത്രമേ ഇവിടെ വരാം. ടോട്ടൽ ചെയ്ത് ഇവിടെ എമൗണ്ട് എഴുതുന്നു, ടോട്ടൽ എമൗണ്ട് എഴുതുന്നു. ആ ടോട്ടൽ എമൗണ്ട് തന്നെ രണ്ട് സൈഡിൽ, എവിടെ ഏത് സൈഡിലാണോ കൂടുതൽ, ഇപ്പോൾ ഡെബിറ്റ് സൈഡിൽ കൂടുതലാണെങ്കിൽ ഡെബിറ്റ് സൈഡിൽ എഴുതിയിട്ട് അപ്പർ സൈഡിൽ എഴുതുന്നു, ക്രെഡിറ്റ് സൈഡിലേയും കൂട്ടുന്നു. രണ്ട് സൈഡിൽ നമ്മൾ കൂട്ടി നോക്കിയിട്ട് എവിടെയാണോ എമൗണ്ട് കൂടുതൽ ആ എമൗണ്ട് നമ്മൾ രണ്ട് സൈഡിലും എഴുതുന്നു. രണ്ട് സൈഡിലും ആ എമൗണ്ട് തന്നെ എഴുതുന്നു. ആ എമൗണ്ട് തന്നെ രണ്ട് സൈഡിലും എഴുതിയിട്ട് എവിടെയാണോ ഇനി കുറവ്, ഇവിടെ ഇപ്പോൾ ഒരു എല്ലാം കൂടി കൂട്ടിയപ്പോൾ ഒരു 5 ലക്ഷം രൂപയുണ്ട്, ഇവിടെ എല്ലാം കൂടി കൂട്ടിയപ്പോൾ 3 ലക്ഷം രൂപയേ ഉള്ളൂ എന്ന് വിചാരിക്കുക. അങ്ങനെ വിചാരിക്കുമ്പം നമ്മൾ ഈ 5 ലക്ഷമാണ് ടോട്ടൽ രണ്ടിടത്തും എഴുതുന്നത്. രണ്ടിടത്തും ടോട്ടൽ 5 ലക്ഷം തന്നെ എഴുതി. ബാക്കി ഇവിടെ 3 ലക്ഷമേ ഉള്ളൂ, 2 ലക്ഷം കുറവുണ്ട്. ആ 2 ലക്ഷം നമ്മൾ ഇവിടെ അങ്ങ് എഴുതുന്നു. ഈ എഴുതിയ എമൗണ്ട് ഡെബിറ്റ് സൈഡിലാണ് ഈ എമൗണ്ട് വന്നതെങ്കിൽ, ഡെബിറ്റ് സൈഡിലെ എമൗണ്ട് വന്നെങ്കിൽ എന്താണത്? നമുക്കുള്ള ഒരു ഇൻകം ആണ്, അല്ലെങ്കിൽ നമുക്ക് വരുന്ന ഒരു ചിലവ് കുറഞ്ഞിരിക്കുകയാണ്. ചിലവ് കുറഞ്ഞിരിക്കുന്നു, വരവ് കൂടി നിൽക്കുന്നു. വരവ് കൂടുതലാണ്, ചിലവ് കുറവാണ്. ചിലവ് ഡെബിറ്റ് സൈഡിലും വരവ് ക്രെഡിറ്റ് സൈഡിലുമാണ്. അപ്പോൾ വരവ് കൂടുതലാണ്, ചിലവ് കുറവാണ്. അപ്പോൾ നമുക്ക് സ്വാഭാവികമായിട്ട് മനസ്സിലാവുന്നത് പ്രോഫിറ്റാണ്. വരവ് കൂടുതലും ചിലവ് കുറവുമാണെങ്കിൽ അത് പ്രോഫിറ്റാണ്. അപ്പോൾ ഇത് പ്രോഫിറ്റാണ്. അപ്പോൾ ഇത് ട്രേഡിംഗ് അക്കൗണ്ടിലെ പ്രോഫിറ്റാണ്. ഇത് ഇനിയും നമ്മുടെയൊക്കെ ചിലവുകളും പിന്നീടുള്ള ചെറിയ ചെറിയ ഇൻകംസും എല്ലാം വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അതൊരു ടോട്ടലാണ്. നമുക്ക് കിട്ടിയ ഒരു സമ്മറി എമൗണ്ട് അല്ല, എന്ന് വെച്ചാൽ എല്ലാ ചിലവും കഴിഞ്ഞുള്ളതല്ല, പ്രധാന ചിലവ് കഴിഞ്ഞുള്ള എമൗണ്ട് ആണ്. അപ്പോൾ അത് ഗ്രോസ് പ്രോഫിറ്റ് ആണ് ഇവിടെ വരുന്നത്. ഇപ്പോൾ ഉദാഹരണം തിരിച്ചാണെങ്കിൽ എന്ന് വെച്ചാൽ ചിലവ് കൂടുതലാണ്, വരവ് കുറവാണ്. അപ്പോൾ ഇവിടെ ഒരു കുറവ് വരും, ഇവിടെ എമൗണ്ട് കുറവ് വരും. ആ എമൗണ്ട് കുറവ് വരുമ്പോൾ നമ്മൾ എന്തോ അപ്പോൾ ചെയ്യേണ്ടത്? ഇവിടെ ആ എമൗണ്ട് അത് പോകണമെങ്കിൽ ആ എമൗണ്ട് ഇവിടെ അങ്ങ് എഴുതുക. എമൗണ്ട് എത്ര നമ്മൾ ജസ്റ്റ് എക്സ് വരച്ച് വെച്ചിട്ടാണ്, അതുകൊണ്ടാണ് എക്സ് എഴുതിയത്. നമുക്ക് ആ എമൗണ്ട് അറിയത്തില്ല, അതുകൊണ്ട് നമ്മൾ ആ എമൗണ്ട് ഇവിടെ എഴുതി, ഇവിടെ കാൽക്കുലേറ്റ് ചെയ്ത എമൗണ്ട് ഇവിടെ എഴുതി. ആ എമൗണ്ട് എന്ന് വെച്ചാൽ ചിലവ് കൂടുതലും വരവ് കുറവുമാണ്. അതുകൊണ്ടാണ് ഇവിടെ എമൗണ്ട് വരുന്നത്. ടോട്ടൽ ചെയ്യുമ്പോൾ ബാലൻസ് ഇവിടെ കുറവ് വരുന്നതുകൊണ്ട്, ഇവിടുത്തെ ടോട്ടൽ കുറവ് വരുന്നതുകൊണ്ട് ഇവിടെ ആ എമൗണ്ട് വരും. ആ എമൗണ്ട് വരുമ്പോൾ ഇവിടെ എന്താണ് വരുന്നത് എന്ന് വെച്ചാൽ വരവ് കുറവാണ്, ചിലവ് കൂടുതലാണ്. അപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഒരു ലോസ് ആണ്, നഷ്ടമാണ്. അപ്പോൾ ബാക്കിയുള്ള ചിലവോ വരവോ ഇതിനകത്ത് വന്നിട്ടില്ല. ഇൻഡയറക്റ്റ് ആയിട്ടുള്ള സാധനമൊന്നും വന്നിട്ടില്ല, ഡയറക്റ്റ് ആയിട്ടുള്ള എക്സ്പെൻസ് മാത്രമേ ഇവിടെ വന്നിട്ടുള്ളൂ. അപ്പോൾ നമുക്കവിടെ മൊത്തത്തിലുള്ളത് എന്ന് വെച്ചാൽ ഏകദേശം അല്ലെങ്കിൽ ഗ്രോസ് ആയിട്ടുള്ള കാര്യമാണ് അവിടെ വരുന്നത്. ഗ്രോസ് ലോസ് ആണ് നമ്മുടെ ഇവിടെ വരുന്നത്. ചിലവ് കൂടുതലും വരവ് കൂടുതലും ചിലവ് കുറവുമാണെങ്കിൽ പ്രോഫിറ്റ് കിട്ടും. വരവ് കുറവും ചിലവ് കൂടുതലുമാണെങ്കിൽ ലോസ് കിട്ടും. ഓക്കെ, ഇത്രയാണ് നമുക്ക് ഇതിനകത്ത് ഉള്ളത്. പിന്നീട് അടുത്ത അക്കൗണ്ടാണ്. അടുത്ത അക്കൗണ്ട് ഇതിൻ്റെ അവിടെ ചേർന്ന് തന്നെയാണ് വരച്ച് പോകുന്നതെങ്കിൽ തന്നെ നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് വരയ്ക്കാം. പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്. ഇതും സെയിം അത് തന്നെ. പർട്ടിക്കുലേഴ്സ്, എമൗണ്ട്, ഇത്രയാണ് അതിനകത്തുള്ള കാര്യം. അതിനകത്തും പർട്ടിക്കുലേഴ്സ്, എമൗണ്ട്. ഇതിനകത്ത് വരുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ നേരത്തെ ട്രേഡിംഗ് അക്കൗണ്ട് എഴുതിയപ്പം ഒരു ഗ്രോസ് എമൗണ്ട് കിട്ടിയല്ലോ. ഗ്രോസ് പ്രോഫിറ്റ് അല്ലെങ്കിൽ ഗ്രോസ് ലോസ് കിട്ടും. ഗ്രോസ് പ്രോഫിറ്റ് ഇവിടെ വന്നിരുന്നത് എന്നുവെച്ചാൽ ഡെബിറ്റ് സൈഡിലാണ് വന്നിരുന്നത്. അതേ സാധനം നമ്മൾ നേരെ ക്യാരി ഫോർവേഡ് ചെയ്ത് ഇവിടെ ക്രെഡിറ്റിലാക്കണം. ഗ്രോസ് പ്രോഫിറ്റ് ആണെങ്കിൽ ക്രെഡിറ്റ് സൈഡിലോട്ടാക്കണം. അതൊരു ഇൻകം ആണ്. അതുകൊണ്ട് തന്നെ നമ്മൾ അവിടെ ടാലി ആക്കിയ എമൗണ്ട് നമ്മുടെ ഒരു ഇൻകം ആയിട്ടാണ്, അല്ലെങ്കിൽ നമ്മുടെ ഒരു ലാഭം, ആ ഒരു സാധനമാണ് നേരെ നമ്മൾ ക്രെഡിറ്റ് സൈഡിലോട്ട് ഇടും. അല്ലെങ്കിൽ നമുക്ക് നഷ്ടമാണ് വന്നത്, ഗ്രോസ് ലോസ് ആണ് വന്നതെങ്കിൽ നമ്മൾ നേരെ അത് ഡെബിറ്റ് സൈഡിൽ ഇടണം. ഡെബിറ്റ് ഓൾ എക്സ്പെൻസ് ഓർ ലോസ്, ക്രെഡിറ്റ് ഓൾ ഇൻകംസ് ഓർ ഗെയിൻസ് എന്ന ആ ഒരു റൂൾ, നോമിനൽ അക്കൗണ്ട് റൂളാണ് നമ്മളിവിടെ പാലിക്കുന്നത്. ഇവിടെ അപ്പോൾ ഗ്രോസ് ലോസ് ആണെങ്കിൽ ഗ്രോസ് ലോസ് ഇവിടെ എഴുതും, ഗ്രോസ് പ്രോഫിറ്റ് ആണെങ്കിൽ ഗ്രോസ് പ്രോഫിറ്റ് ഇവിടെ എഴുതും. ഏതെങ്കിലും ഓർഡർ എടുത്തും എന്തായാലും
ഗ്രോസ് പ്രോഫിറ്റ് അല്ലെങ്കിൽ ഗ്രോസ് ലോസ്. പിന്നീട് വരുന്ന കാര്യം ക്രെഡിറ്റ് ഓർ ഇൻകംസ് ഓർ ഗെയിൻസ്. ക്രെഡിറ്റ് ചെയ്യേണ്ടത് ഇൻകംസ് ഓർ ഗെയിൻസ് ആണ്. ഇത് ക്രെഡിറ്റ് സൈഡ്, ഇത് ഡെബിറ്റ് സൈഡ് ആണോ അറിയാലോ. ഇത് ഡെബിറ്റ് സൈഡ്, ഇത് ക്രെഡിറ്റ് സൈഡ്. അപ്പോൾ ഇവിടെ എല്ലാ ഇൻഡയറക്റ്റ് ഇൻകവും ഇവിടെ വരും. ഇൻഡയറക്റ്റ് ഇൻകം, ഇൻഡയറക്റ്റ് ആയിട്ട് വരുന്ന ഇൻകംസ് എല്ലാം ഇവിടെ തന്നെ വരും. ബാക്കിയുള്ള സാധനങ്ങൾ ബാലൻസ് ഷീറ്റ് വരാത്ത ബാക്കിയുള്ള എല്ലാ ഐറ്റംസും, ബാക്കിയുള്ള സാധനങ്ങളെല്ലാം അടുത്ത വർഷത്തേക്ക് പോകാത്ത ബാക്കിയുള്ള എക്സ്പെൻസുകളും ഇൻകംസും ആണ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ വരുന്നത്. അപ്പോൾ അടുത്ത വർഷത്തേക്ക് പോകാത്ത ഇൻകം, ഒരു വർഷം കിട്ടിയ പൈസ എന്തെങ്കിലും ബാക്കിയുള്ള കാര്യങ്ങൾക്കൊക്കെ ഇൻട്രസ്റ്റ് ആയിട്ട് കിട്ടി അല്ലെങ്കിൽ കമ്മീഷനായിട്ട് കിട്ടി, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എഴുതുന്നത് ഇവിടെയാണ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്. ഇൻഡയറക്റ്റ് ഇൻകം അങ്ങനെയുള്ള കമ്മീഷൻ റിസീവ്ഡ്, ഇൻകം അക്രൂഡ് ഇൻകം, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം വരുന്നത് ഇതിനകത്താണ്. നമ്മുടെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൻ്റെ ക്രെഡിറ്റ് സൈഡിൽ ഇൻകംസ് എല്ലാം അവിടെ വരും. അപ്പോൾ ഇൻകം എല്ലാം വരുമ്പോൾ എക്സ്പെൻസ് എല്ലാം വരുന്നത് അപ്പുറത്ത് തന്നെ. ഡെബിറ്റ് സൈഡിൽ ഇൻഡയറക്റ്റ് എക്സ്പെൻസുകളെല്ലാം ഡെബിറ്റ് സൈഡിലും വരും. ഡെബിറ്റ് സൈഡിൽ ഇൻഡയറക്റ്റ് എക്സ്പെൻസ് എല്ലാം വരും, ക്രെഡിറ്റ് സൈഡിൽ ഇൻഡയറക്റ്റ് ഇൻകം എല്ലാം വരും. അപ്പോൾ അതും ടോട്ടൽ എമൗണ്ട് അവിടെ എഴുതി നമ്മളിവിടെ പിന്നെയും അതുപോലെ ടാലി ആക്കും. ഇവിടെ ടോട്ടൽ ചെയ്തു, ഇവിടെ രണ്ടിടത്ത് എവിടെയാണോ കൂടുതൽ അത് നമ്മൾ രണ്ട് സൈഡിലും എഴുതുന്നു. എവിടെയാണോ കുറവ്, എവിടെയാണോ ടോട്ടൽ ചെയ്ത എമൗണ്ട് കുറവ്, ആ എമൗണ്ട് ആ സൈഡിൽ എഴുതും. ഡെബിറ്റ് സൈഡിലാണ് എമൗണ്ട് കുറവെങ്കിൽ നമ്മൾ ഡെബിറ്റ് സൈഡിൽ ഇട്ടിട്ട്, ഡെബിറ്റ് സൈഡിൽ വരുന്നത് എന്തോ അപ്പം നമ്മുടെ ആ എക്സ്പെൻസ് ഇൻകംസ് എല്ലാം കൂടുതലാണ്, ഇൻകംസ് കൂടുതലായിട്ട് വരുന്നു, എക്സ്പെൻസ് കുറവായിട്ട് വരുന്നു. അങ്ങനെയാണെങ്കിൽ അവിടെ നമുക്ക് പ്രോഫിറ്റ് ആണ്. ഇപ്പോൾ നമ്മൾ എല്ലാ കാര്യങ്ങളും ചെയ്തിട്ട് ബാക്കിയുള്ള പ്രോഫിറ്റ് ആണ്. എന്ന് വെച്ചാൽ നമ്മുടെ കാര്യങ്ങളെല്ലാം ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം ചെയ്തു എന്ന് വെച്ചാൽ ഇൻഡയറക്റ്റ് ആയിട്ടുള്ള കാര്യങ്ങളും ഡയറക്റ്റ് ആയിട്ടുള്ള എല്ലാം ചെയ്തു കഴിഞ്ഞു, എല്ലാ ചിലവുകളും കഴിഞ്ഞു, ബാക്കിയുള്ള പ്രോഫിറ്റ് ആണ്. അപ്പോൾ അത് നെറ്റ് പ്രോഫിറ്റ്. നെറ്റ് പ്രോഫിറ്റ്, ഈ നെറ്റ് പ്രോഫിറ്റ് ആണ് വരുന്നതെങ്കിലും പിന്നീട് നമുക്ക് ചിലവ് ചിലപ്പോൾ കൂടുതലും വരവ് കുറവുമാണ്. മൊത്തത്തിൽ നോക്കുമ്പം ഈ ഗ്രോസ് പ്രോഫിറ്റ് കാര്യങ്ങളെല്ലാം ഉണ്ടായിരുന്നെങ്കിൽ തന്നെയും വരവ് കുറവാണ്, ചിലവെല്ലാം കൂടുതലാണ്. ഇവിടെ എമൗണ്ട് കുറവാണ്, ഇവിടുത്തെ എമൗണ്ടാണ് കൂടുതൽ. അങ്ങനെ വരികയാണെങ്കിൽ എമൗണ്ട് ഇവിടെ വരും, ടാലി ആക്കാനുള്ള എമൗണ്ട് ഇവിടെ വരും, ക്രെഡിറ്റ് സൈഡ് വരും. അപ്പോൾ അത് ലോസ് ആണ്, നെറ്റ് ലോസ്. നെറ്റ് ലോസ് ഇതിനകത്ത് ഏത് സംഭവമാണെങ്കിലും, നെറ്റ് പ്രോഫിറ്റോ നെറ്റ് ലോസോ ആണെങ്കിലും നേരെ അത് ചെയ്യുന്നത് ട്രാൻസ്ഫർ ടു ക്യാപിറ്റൽ, ക്യാപിറ്റലിലോട്ട് ട്രാൻസ്ഫർ ചെയ്യും. ഇത് നേരെ ബാലൻസ് ഷീറ്റിലെ ക്യാപിറ്റലിലോട്ട് ട്രാൻസ്ഫർ ചെയ്യും. ഇത് പ്രോഫിറ്റ് ആണെങ്കിൽ ക്യാപിറ്റലിലൂടെ കൂട്ടും, ലോസ് ആണെങ്കിൽ ക്യാപിറ്റലിൽ നിന്ന് കുറയ്ക്കും. ഇതാണ് അവിടെ ചെയ്യുന്ന പരിപാടി. നെറ്റ് പ്രോഫിറ്റ് ആണെങ്കിൽ ക്യാപിറ്റലിലൂടെ കൂട്ടും, നെറ്റ് ലോസ് ആണെങ്കിൽ ക്യാപിറ്റലിനോട് കുറയ്ക്കും. ക്യാപിറ്റലിനോട് കുറയ്ക്കുന്ന കാരണം എന്താ? കാരണം എന്ന് വെച്ചാൽ എക്സ്പെൻസ് കുറേ ഉണ്ട്, ഇൻകം കുറച്ചേ കിട്ടിയുള്ളൂ, ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ കൊടുക്കണം, പൈസ ചിലവുകളെല്ലാം എക്സ്പെൻസുകളെല്ലാം കൊടുക്കണം, വേറെ പൈസ ഒന്നുമില്ല കയ്യിൽ, ക്യാപിറ്റലിൽ നിന്ന് എടുത്ത് കൊടുക്കാനേ പറ്റത്തുള്ളൂ. അതാണ് അവിടെ നെറ്റ് ലോസ് ആണെങ്കിൽ സംഭവിക്കുന്നത്. അതുകൊണ്ടാണ് ക്യാപിറ്റലിൽ നിന്ന് കുറയ്ക്കുന്നത്. നെറ്റ് പ്രോഫിറ്റ് ആണെങ്കിലോ, പ്രോഫിറ്റ് ആണെങ്കിൽ ക്യാപിറ്റലിനോട് കൂട്ടും. അതോരോ ഫേമിൻ്റെ കാര്യങ്ങളൊക്കെ അനുസരിച്ച് അവർ ഡിവൈഡ് ചെയ്തെടുക്കണമെങ്കിൽ ഡിവൈഡ് ചെയ്തെടുക്കും. പക്ഷേ +1ൻ്റെ പോർഷനകത്ത് നമുക്ക് ക്യാപിറ്റലിനോട് കൂട്ടാൻ മാത്രമേ ഉള്ളൂ. +2ൻ്റെ പോർഷനകത്ത് അത് ഷെയറിങ് ഓഫ് ക്യാപിറ്റൽ, ഷെയറിങ് പ്രൊപ്പോർഷൻ അതെല്ലാം ഉണ്ട്. +2ൻ്റെ പോർഷനകത്ത് അതൊക്കെ ഉണ്ട്. അപ്പോൾ നേരെ നമ്മൾ ക്യാപിറ്റലിനോട് ആഡ് ചെയ്യും, ക്യാപിറ്റലിനോട് നേരെ ബാലൻസ് ഷീറ്റിലോട്ട് അയക്കും. ഇത്രയാണ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൻ്റെ കാര്യം. പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഗ്രോസ് ലോസ് ആണെങ്കിൽ ഗ്രോസ് ലോസ് ഇവിടെ എഴുതും. അത് കഴിഞ്ഞിട്ട് ഇൻഡയറക്റ്റ് എക്സ്പെൻസുകളെല്ലാം ഡെബിറ്റ് സൈഡിൽ തന്നെ, ഡെബിറ്റ് സൈഡിൽ ഇൻഡയറക്റ്റ് എക്സ്പെൻസുകളെല്ലാം എഴുതും. പിന്നെ ക്രെഡിറ്റ് ആണെങ്കിൽ ഗ്രോസ് പ്രോഫിറ്റ് ആണെങ്കിൽ ഗ്രോസ് പ്രോഫിറ്റ് ക്രെഡിറ്റ് സൈഡിൽ എഴുതും. പിന്നെ ഇൻഡയറക്റ്റ് ആയിട്ടുള്ള ഇൻകംസ് എല്ലാം ക്രെഡിറ്റ് സൈഡിൽ എഴുതും. ഓക്കെ, അവിടെ നെറ്റ് പ്രോഫിറ്റോ നെറ്റ് ലോസ് നമ്മൾ കണ്ടുപിടിക്കുന്നു. ആ എമൗണ്ട് നേരെ ബാലൻസ് ഷീറ്റിലോട്ട് ട്രാൻസ്ഫർ ചെയ്യും. ബാലൻസ് ഷീറ്റ് മിക്കവാറും നിങ്ങൾ എല്ലാത്തിനും കണ്ടു കാണും. ബാലൻസ് ഷീറ്റ് ഓരോ പേയ്മെൻറ്റുകളായാലും ബാലൻസ് ഷീറ്റുകളൊക്കെ ഇഷ്ടം പോലെ അവർ ബ്രൗസർ ഇറക്കുന്നൊക്കെ ഉണ്ട്. അപ്പോൾ അത് കണ്ടിട്ടുള്ള സാധ്യതയുണ്ട്. ബാലൻസ് ഷീറ്റിൽ ഈ അക്കൗണ്ട് വരയ്ക്കുന്ന സെയിമാണ്, പക്ഷേ അതിൻ്റെ ഹെഡിങ് ജസ്റ്റ് ഒരു വ്യത്യാസം എന്ന് വെച്ചാൽ ലയബിലിറ്റീസ് ആൻഡ് അസറ്റ്സ്, ലയബിലിറ്റീസ് എമൗണ്ട്, അസറ്റ്സ് എമൗണ്ട്.
ഇത്രയാണ് അതിനകത്തുള്ള കോളംസ്. ഇതിനകത്തുള്ള കോളംസ് ഇത്രയാണ് എൻ്റെ കോളംസ്. അപ്പോൾ ഇതിനകത്ത് വരുന്ന കാര്യം അസറ്റുകളെല്ലാം ഇവിടെ വരും. അസറ്റുകൾ എന്തൊക്കെയാണ്? ക്യാഷ് ഇൻ ഹാൻഡ്, ക്യാഷ് അറ്റ് ബാങ്ക്, ഡെപ്റ്റേഴ്സ്, ഫർണിച്ചർ, മെഷീനറി, ബിൽഡിങ്സ്, ക്ലോസിംഗ് സ്റ്റോക്ക്, ഗുഡ് വില്ല്, കോപ്പിറൈറ്റ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ബാലൻസ് ഷീറ്റിനകത്ത് വരും. എന്ന് വെച്ചാൽ ഒരു വർഷത്തിൽ കൂടുതൽ കാലമുള്ളത് എന്ന് വെച്ചാൽ അടുത്ത വർഷത്തേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്ന കാര്യങ്ങളെല്ലാം ബാലൻസ് ഷീറ്റിനകത്ത് വരും. ഇപ്പം നമുക്ക് വരുന്ന ക്യാഷ് ഇൻ ഹാൻഡ് ഈ വർഷത്തെ വെച്ചിട്ട് ബാക്കി തിരിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. അടുത്ത വർഷത്തേക്ക് യൂസ് ചെയ്യുന്ന ക്യാഷ് ഇൻ ഹാൻഡ്, കയ്യിലുള്ള പൈസ അടുത്ത വർഷത്തേക്ക് വയ്ക്കുന്നു. പിന്നീട് ക്യാഷ് അറ്റ് ബാങ്ക്, ക്യാഷ് അറ്റ് ബാങ്കും അടുത്ത വർഷങ്ങളിലേക്ക് വയ്ക്കൊണ്ടിരിക്കുകയാണ്. പിന്നീട് ഫർണിച്ചർ, മെഷീനറി അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും വെറുതെ നശിപ്പിച്ച് കളയുന്നില്ല, അതെല്ലാം അടുത്ത വർഷങ്ങളിലേക്ക് വിറ്റുകൊണ്ടിരിക്കുകയാണ്. അതാണ് അവിടെ വരുന്ന അസറ്റുകൾ. അതിൻ്റെ എല്ലാ എമൗണ്ടുകൾ എഴുതുന്നു. പിന്നീട് ലൈബിലിറ്റികൾ ആദ്യം വരുന്നത് നമ്മുടെ ബാങ്ക് ഓവർ ഡ്രാഫ്റ്റ്, ബിൽസ് പേയബിൾ, ബിൽസ് റിസീവബിൾ ഉണ്ട് കേട്ടോ. ബിൽസ് പേയബിൾ, ബാങ്ക് ഓവർ ഡ്രാഫ്റ്റ്, ബാങ്ക് ഓടി, ബാങ്ക് ലോണ്, പിന്നീട് ക്രെഡിറ്റേഴ്സ്, ക്യാപിറ്റൽ, ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് നമ്മുടെ ബാലൻസ് ഷീറ്റിനകത്ത് വരുന്നത്. ബാലൻസ് ഷീറ്റിലെ എമൗണ്ടുകൾ രണ്ട് സൈഡിലെയും നമ്മൾ ടോട്ടൽ ചെയ്യുന്നു. രണ്ട് സൈഡും ടോട്ടൽ ചെയ്യുമ്പോൾ ഒരേ എമൗണ്ട് അല്ല എങ്കിൽ നമ്മൾ ചെയ്ത ആൻസർ തെറ്റാണ്. കാരണം എന്ന് വെച്ചാൽ ബാലൻസ് ഷീറ്റ് ടാലി ആവണം. അസറ്റ് ഈസ് ഈക്വൽ ടു ലയബിലിറ്റി പ്ലസ് ക്യാപിറ്റലാണ് വരേണ്ടത്. നമ്മുടെ അക്കൗണ്ടിങ് ഇക്വേഷൻ രണ്ടാമത്തെ മൂന്നാമത്തെ പാഠത്തിലങ്ങാണെന്ന് തോന്നുന്നു. അതിനകത്തുള്ളത് പോണൊക്കെ അസറ്റ് എന്ന് വെച്ചാൽ അസറ്റിന് തുല്യമായിരിക്കണം ലയബിലിറ്റിയും ക്യാപിറ്റലും കൂടി കൂട്ടുന്നത്. ഈ ക്യാപിറ്റലിനകത്ത് കുറച്ച് അഡ്ജസ്റ്റ്മെൻറ്റ് കാര്യങ്ങളുള്ളത്. ഇത് മായ്ക്കുകയാണ്. അസറ്റുകളുള്ള ക്യാഷ് അറ്റ് ബാങ്ക്, ഡെബിറ്റേഴ്സ്, ഫർണിച്ചർ, മെഷീനറി, ബിൽഡിങ്, ക്ലോസിംഗ് സ്റ്റോക്ക്, ഗുഡ് വില്ല്, ബിൽസ് റിസീവബിൾ, കോപ്പിറൈറ്റ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആണ് നമ്മുടെ ഈ അസറ്റ് സൈഡിലുള്ളത്. ഞാൻ ഇത് ഓർഡറിലല്ല എഴുതിയേക്കുന്നത്, ഓർഡർ തെറ്റിച്ചാണ് എഴുതിയിരിക്കുന്നത്. ലിക്വിഡിറ്റി ഓർഡർ ആണെങ്കിൽ നമുക്ക് ഏറ്റവും പെട്ടെന്ന് ക്യാഷാക്കി മാറ്റാൻ പറ്റുന്നത്. ഏറ്റവും പെട്ടെന്ന് ക്യാഷാക്കി വരുന്നത് ക്യാഷ് ഇൻ ഹാൻഡാണ്. പിന്നീട് ബാങ്ക്, പിന്നീട് വരുന്നത് ബിൽസ് റിസീവബിൾ, പിന്നീട് ഡെപ്റ്റേഴ്സ്, പിന്നീട് ഏറ്റവും അവസാനം ഫിക്സഡ് അസറ്റൊക്കെ വരത്തുള്ളൂ. കറണ്ട് അസറ്റ് കഴിഞ്ഞിട്ട് ഫിക്സഡ് അസറ്റ് വരത്തുള്ളൂ. പിന്നീട് ഇൻടാഞ്ചിബിൾ അസറ്റ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആ ഓർഡറിലാണ് വരേണ്ടത്. ഓർഡർ അങ്ങനെ നോക്കിയിട്ടില്ല ഇതിനകത്ത് എഴുതിയപ്പോൾ, ജസ്റ്റ് കാര്യങ്ങൾ പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. പിന്നീട് ലയബിലിറ്റി സൈഡിൽ ലയബിലിറ്റി അതുകൊണ്ട് തന്നെ പെട്ടെന്ന് നമ്മൾ കൊടുക്കാൻ പറ്റുന്നത് ആ ഒരു രീതിയിലാണ് എഴുതേണ്ടത്. ഇതിനകത്തൊക്കെ ക്യാപിറ്റലിനകത്ത് കുറച്ചൊരു അഡ്ജസ്റ്റ്മെൻറ്റ് കാര്യങ്ങളുള്ളൂ. നമ്മൾ നേരത്തെ ഇതിനകത്ത് പറഞ്ഞതുപോലെ ക്യാപിറ്റൽ വരുമ്പോൾ സെൻറ്ററിലോട് മാറ്റി എഴുതുകയാണ്. ക്യാപിറ്റൽ വരുമ്പോൾ ക്യാപിറ്റലിനകത്ത് കുറയ്ക്കാനും കൂട്ടാനും കുറച്ച് കാര്യങ്ങളുണ്ട്. നമ്മളിപ്പോൾ അഡ്ജസ്റ്റ്മെൻറ്റിനകത്ത് കുറച്ച് കാര്യങ്ങളുണ്ട് കുറയ്ക്കാനും കൂട്ടാനുള്ളത്. അതുകൊണ്ട് ക്യാപിറ്റലിനകത്ത് കുറയ്ക്കാനും കൂട്ടാനുമുള്ള കുറച്ച് കാര്യങ്ങളെന്ന് വെച്ചാൽ കുറയ്ക്കാനുള്ളത്, നമ്മളിപ്പോൾ ക്യാപിറ്റലിൽ നിന്ന് പണം എടുത്തുകൊണ്ട് പോയി, ക്യാപിറ്റലിൽ നിന്ന് പേഴ്സണൽ കാര്യങ്ങൾക്ക് വേണ്ടി പണം എടുത്തുകൊണ്ട് പോയെങ്കിൽ അത് ഡ്രോയിങ്സ് ആണ്. ആ ഡ്രോയിങ്സ് നമ്മൾ ഇവിടെ കുറയ്ക്കും, ക്യാപിറ്റലിൽ നിന്ന് കുറയ്ക്കും. പിന്നീട് അവിടോട്ട് കൂട്ടുന്നത്, പിന്നെ ഇവിടെ കൂട്ടാൻ പറ്റുന്നത് ഈ ഡ്രോയിങ്സിന് ഇൻട്രസ്റ്റ് ഈടാക്കുന്നുണ്ട്. ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് നമ്മളവിടെ കൂട്ടും. കാരണം എന്ന് വെച്ചാൽ നമുക്ക് ആ ഡ്രോയിങ്സിൻ്റെ കൂടെ ഇൻട്രസ്റ്റ്, നമ്മൾ എടുത്തുകൊണ്ട് പോയ പണത്തിന് നമ്മുടെ പണമാണ് എങ്കിൽ തന്നെയും അതിന് ഇൻട്രസ്റ്റും കൂടി കൊടുക്കണം. അതും അവിടെ ആഡ് ചെയ്യേണ്ടതാണ്. അതിൻ്റെ കൂടെ തന്നെ നമ്മൾ അപ്പുറത്ത് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ കണ്ടുപിടിച്ച നെറ്റ് പ്രോഫിറ്റിനകത്ത് കൂട്ടണം. നെറ്റ് പ്രോഫിറ്റ് ഇത്രയാണ് ക്യാപിറ്റലിനകത്ത് വരുന്നത്. അപ്പോൾ ക്യാപിറ്റലിനകത്ത് ഇത്രയും വന്ന് ഇതെല്ലാം കൂടി ചേർന്നാണ് നമ്മുടെ ബാലൻസ് ഷീറ്റ് ടാലി ആവുന്നത്. ഓക്കെ, നമുക്ക് അടുത്ത നമ്മുടെ അഡ്ജസ്റ്റ്മെൻറ്റിൻ്റെ കാര്യം അടുത്ത വീഡിയോയ്ക്കകത്ത് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, ബൈ.